രാഷ്ട്രീയ നേതാക്കളെ അധികാരത്തിൽ വരുമ്പോൾ നടക്കുന്നുള്ള ഒരു ക്യാൻവാസിങ്ങിൻ്റെ പ്രശ്നം സഭയിൽ ഉദിക്കുന്നതേയില്ല. ഒരു ബാലറ്റ് കഴിഞ്ഞു, 2 ബാലറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ചില പേരുകൾ ഇങ്ങനെ പൊന്തി വരികയാണ്. എല്ലാ കർദിനാളന്മാരുടെയും ലൈഫ് ചരിത്രം, ജീവചരിത്രം ഒരു ചുരുക്കമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് ഒരു വലിയ ഗ്രന്ഥം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. നീണ്ടുപോകുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ലായിരുന്നു. പെറുവിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ മെത്രാന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റായിട്ട് നിയമിച്ചപ്പോൾ മുതലുള്ള ഒരു പരിചയം. ഈ പരിശുദ്ധ പിതാവിൽ ലയോ 14 ആ രൂഢമൂലമായിട്ടുള്ള ഒരു ആത്മീയതയാണ് പരിശുദ്ധമ്മയോടുള്ള ഭക്തി. ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ പാപ്പായും തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സവിശേഷതകൾ പൊന്തിവരും. യുദ്ധം എവിടെയുണ്ടെങ്കിലും അത് നിർത്തണം എന്നുള്ളത് സഭയുടെ വീക്ഷണമാണ്. അത് മാർപ്പാപ്പമാർ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. സഭയുടേതായ ഒരു പ്രത്യേക പ്രശ്നത്തിന് അത് എറണാകുളം ഗമാലിയ അതിരൂപതയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ്. അതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകും. ഇന്ന് ലോകം മുഴുവനും നോക്കുമ്പോൾ 2.63 ബില്യൺ ക്രൈസ്തവ ജനതയാണുള്ളത്. അതിൽ 1.4 ബില്യൺ 140 കോടി ജനങ്ങൾ കത്തോലിക്ക ജനവിഭാഗമാണ്. അതിൽ തന്നെ വത്തിക്കാനുമായി ഐക്യത്തിലായിരിക്കുന്ന 23 പൗരസ്ത്യ സഭകളാണുള്ളത്. അതിലായിട്ട് ഏകദേശം 18 മില്യൺ കത്തോലിക്ക വിഭാഗമാണ് ഈ പൗരസ്ത്യ സഭയ്ക്കുള്ളത്. എന്നാൽ ഈ 23 പൗരസ്ത്യ സഭകളിൽ വെച്ച് ഏറ്റവും വലിയ ലാർജസ്റ്റ് ചർച്ചാണ് സീറോ മലബാർ ചർച്ച്. ഈ സീറോ മലബാർ സഭ നോക്കുമ്പോൾ തന്നെ ഏകദേശം 5 മില്യൺ ജനതയാണ് വിശ്വാസികളായിട്ട് നമുക്കുള്ളത്. അതിൽ തന്നെ 3 മില്യൺ ജനവും കേരളത്തിൽ തന്നെ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ പൗരസ്ത്യ സഭയിലെ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വ്യാഴവട്ടക്കാലത്തേക്ക് തിരഞ്ഞെടുത്ത് സഭയെ നയിച്ച വലിയ ഒരു ഇടയനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത്. അഭിവന്യ ജോർജ് ആലഞ്ചേരി കർദിനാൾ പിതാവ്. പിതാവേ, അങ്ങേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. ആദ്യമേ തന്നെ പിതാവേ, അങ്ങയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അങ്ങ് 2012 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അങ്ങയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. ആ വർഷം തന്നെയാണ് 2013 മാർച്ച് മാസത്തിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ രാജിയോടുകൂടി പുതിയൊരു കോൺക്ലേവ് വിളിച്ചു ചേർക്കേണ്ടി വന്നത്. അപ്പം ആ കോൺക്ലേവിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങയുടെ ആദ്യത്തെ ഒരു കോൺക്ലേവാണത്. അപ്പം ആ കോൺക്ലേവിൽ അങ്ങ് ആയിരുന്നപ്പോൾ അങ്ങയുടെ ഓർമ്മകൾ, അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാവോ? കോൺക്ലേവിലെ ഓർമ്മകളെല്ലാം പറ്റും പങ്കുവയ്ക്കാൻ പറ്റുകയാലും നിങ്ങൾക്കറിയാമല്ലോ. എന്നുവരികിലും പറയാവുന്നത് പറയാം. സഭയുടെ നന്മയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് നല്ലതുമാണല്ലോ. ആ കോൺക്ലേവിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാ പിതാക്കന്മാരുടെയും മനസ്സിൽ ഹോർഖിയോ ബെർഗോളിയോയെ പാപ്പായിട്ട് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്നവർ ഉണ്ടായിരിക്കാം. ഏതായാലും മറ്റ് ചില പേരുകളുമൊക്കെ ഉണ്ടായിരുന്നു. ആ കോൺക്ലേവിൽ പ്രവേശിച്ചു കഴിഞ്ഞ് പ്രാർത്ഥനയുടെയും വളരെയേറെ ശാന്തതയുടെയും നിശബ്ദതയുടെയും എല്ലാം ഒരു അന്തരീക്ഷം വന്നപ്പോഴാണ്, അതുപോലെ തന്നെ കർദിനാൾ കന്തലമേസായുടെ ഒരു പ്രഭാഷണവും ധ്യാനവും ഉണ്ടായിരുന്നു ആരംഭത്തിൽ. അന്നും കന്തലമേസ ആ ഒരു പ്രഭാഷണവും ധ്യാനവും എല്ലാം കഴിഞ്ഞ് പതുക്കെ ചിന്തിച്ച് ഉള്ള വോട്ടിങ്ങിലേക്ക് വരികയും ഒരു ബാലറ്റ് കഴിഞ്ഞു, 2 ബാലറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ചില പേരുകൾ ഇങ്ങനെ പൊന്തി വരികയാണ്. അപ്പോൾ ഇതൊക്കെ പിതാക്കന്മാരുടെ മനസ്സിലുള്ള പേരുകളാണ്. അപ്പോൾ അതിനുശേഷം
1 or 2 ബാലറ്റൊക്കെ കഴിയുമ്പോഴേക്കും അല്പസമയം പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് വീണ്ടും നിയോഗിക്കും. ചിലപ്പോൾ ഒരു രാത്രി തന്നെ തിരിച്ചു പോകും, പിന്നീട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം തീർച്ചയായിട്ടും പിതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്, വളരെ നിശബ്ദമായിട്ടൊക്കെ. അത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരാൾക്ക് വേണ്ടി പറയുകയോ മറ്റൊരാളെ വേണ്ടെന്ന് പറയുകയോ ഒന്നുമല്ല. പിന്നെയോ ആളുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് പരസ്പരം അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ്. തീരുമാനങ്ങളെല്ലാം പിതാക്കന്മാർ ഓരോരുത്തരായിട്ട് ദൈവാത്മാവിൽ ആശ്രയിച്ച് എടുക്കുന്നതാണ്. നാം ഉദ്ദേശിക്കുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കളെ അധികാരത്തിൽ വരുമ്പോൾ നടക്കുന്നുള്ള ഒരു ക്യാൻവാസിൻ്റെ പ്രശ്നം സഭയിൽ ഉദിക്കുന്നതേയില്ല. അത് പിതാവ് പറഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം പലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. കോൺക്ലേവിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ ക്യാൻവാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിച്ചു കൂടുന്നു, രാജ്യങ്ങൾ തിരിഞ്ഞ്, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ തിരിഞ്ഞ്, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെയുള്ളത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തന്നെ എതിരായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അതേക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. തന്നെയുമല്ല, കോൺക്ലേവിന് മുമ്പുള്ള പ്രഭാഷണങ്ങളിലും ചിന്തകളിലും എല്ലാം ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ പേരുകളൊക്കെ പൊന്തി വന്ന് അങ്ങനെ 3-4 മാസത്തെ ഒക്കെ ആ വോട്ടിങ്ങിൽ ബെർഗോളിയോ കർദിനാൾ പാപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. സമാനമായിരുന്നു ഇപ്രാവശ്യത്തെയും തെരഞ്ഞെടുപ്പെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം കോൺക്ലേവിൽ ഇല്ലായിരുന്നല്ലോ. പിതാവ് ഇപ്പോഴത്തെ കോൺക്ലേവിൻ്റെ ഡിസ്കഷനിൽ വരുന്നതിന് മുമ്പ് പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് നമ്മുടെ മാർപ്പാപ്പയുടെ ദ സ്പെരാൻസ, ഹോപ്പ്, ആത്മകഥ ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഈ ഇലക്ഷനെ കുറിച്ച് മാർപ്പാപ്പ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, അന്നേരം എനിക്കും ഓർമ്മയുണ്ട്, ആ നാളുകളിൽ ഈ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് സെക്കുലർ മാധ്യമങ്ങളൊക്കെ ഒരു 10-12 പേരുടെ ലിസ്റ്റ് വിട്ടിരുന്നു. അതിൽ ഫ്രാൻസിസിൻ്റെ പടമോ പേരോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, ഞാൻ ബാൽക്കണിയിൽ ജനങ്ങളെ ആശീർവദിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു ഭിക്ഷാടകൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പേര് കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിസ് ഒന്നാമെന്ന്. അപ്പം അങ്ങനെ ഒരു പേര് വെളിപ്പെട്ട് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു ദരിദ്രനായ ഒരു പാവപ്പെട്ടൊരു വ്യക്തിക്ക് മാത്രമാണ്. അപ്പം പിതാവ് പറഞ്ഞതനുസരിച്ച് ഒരിക്കലും അവിടെ സ്വാധീനങ്ങളോ ഒന്നുമില്ലാതെ ഈ കർദിനാൾമാരെല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ആരെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിൻ്റെ നയിക്കലനുസരിച്ച് മാത്രം നടന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് അതിനെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ജോബിച്ചൻ പറഞ്ഞത് ശരിയാണ്. അത് എല്ലാ കോൺക്ലേവുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. മാനുഷികമായിട്ടുള്ളതൊക്കെ ചരിത്രത്തിൽ എതിരായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സഭാചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അത് നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് കാണേണ്ട, മനുഷ്യരുടേതായിട്ടുള്ള ബലഹീനതകളായിട്ട് കരുതിയാൽ. പിതാവ് നേരത്തെ പറയാൻ വന്ന കാര്യം ഇതായിരുന്നു, അതായത് ഇപ്പം നടന്ന കോൺക്ലേവിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് നടന്ന കോൺക്ലേവിൽ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ അങ്ങേക്കുണ്ട്. ഇപ്പോഴത്തെ കോൺക്ലേവിന് മുമ്പായിട്ട് നടന്ന കർദിനാളന്മാരുടെ സമ്മേളനങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ കോൺക്ലേവിലുള്ള പിതാക്കന്മാർക്ക് പ്രകാശം പരത്തിയ, അത് വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു അല്ലേ? സ്വാധീനിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് ബോധ്യങ്ങളും അവർക്ക് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ള വെളിപ്പെടുത്തലുമൊക്കെ ആന്തരികമായിട്ട് ലഭിച്ച സന്ദർഭമായിരുന്നു. അതുകൊണ്ട് ആരെയും സ്വാധീനിച്ചിട്ടില്ല. ആ സന്ദർഭങ്ങളുടെ സമയത്തും ഇടയ്ക്ക് ഇൻ്റർവെൽ ഉണ്ടായിരുന്നപ്പോഴൊന്നും ആർക്കും വേണ്ടി ക്യാൻവാസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെയോ എല്ലാവരും പരസ്പരം അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ആ കർദിനാൾ എങ്ങനെയാണ്, ഇദ്ദേഹം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ എല്ലാ കർദിനാളന്മാരുടെയും ലൈഫ് ചരിത്രം, ജീവചരിത്രം ഒരു ചുരുക്കമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് ഒരു വലിയ ഗ്രന്ഥം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സംഭവം കേട്ടിട്ടില്ല. അത് കോൺക്ലേവിലുള്ളവരുടെയും ഇല്ലാത്തവരുടെയും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതെല്ലാം പഠിച്ച് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്, ധ്യാനിച്ചിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടാണ് ഈ പിതാക്കന്മാരെല്ലാം കോൺക്ലേവിലേക്ക് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉള്ള ഒരു പ്രതിഭാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ആധ്യാത്മിക പ്രതിഭാസം തന്നെയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പെന്നാണ് എൻ്റെ പരമമായ ബോധ്യം. തീർച്ചയായും എനിക്കൊന്ന് അന്ന് പറഞ്ഞ കർദിനാൾ പിതാവ് പറഞ്ഞ കാര്യം 100% ശരിയാണല്ലോ. അതുകൊണ്ടാണ് ഒരു സർപ്രൈസിങ് ഒരു ഇലക്ഷൻ തന്നെ ഇത്തവണ നടന്നത്, മാനുഷികമായ ഇടപെടലില്ലാതെ.
പിതാവെ, അന്നത്തെ കോൺക്ലേവും ഈ ഒരു കോൺക്ലേവും തമ്മിലൊരു വ്യത്യാസം എന്തായിരിക്കും പിതാവിൻ്റെ ഓർമ്മകളിൽ വരുന്ന എന്തെങ്കിലും? അത്ര വല്ല വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട്, ചിന്താഗതികൾ അതിശക്തമായി ഞങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കോൺക്ലേവിൽ അവിടെ ആയിരിക്കുമ്പോൾ പുറത്ത് കേട്ട, അതായത് കരുതന്മാർക്ക് തമ്മിൽ പരസ്പരം പരിചയമില്ല, അതുകൊണ്ട് കോൺക്ലേവ് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരുപക്ഷെ പിതാവ് പറഞ്ഞ കാര്യത്തിന് ഉത്തരമായിരിക്കാം, അതായത് അവിടെ എല്ലാവരുടെയും ഒരു ഷോർട്ട് ബയോഗ്രഫി കൊടുത്തു. നീണ്ടുപോകുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ലായിരുന്നു. അത് ഈ കർദിനാളന്മാരുടെ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെയും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാളന്മാരാണെങ്കിലും അവരുടെ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ അവരന്വേഷിക്കും, അവർ പഠിക്കാൻ ശ്രമിക്കും, അവർക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടും, അവരൊരു നിഗമനത്തിലേക്ക് എത്തും. ആ നിഗമനങ്ങൾ അവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. അതിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ പേരുകൾ പൊങ്ങി വരുമല്ലോ. അങ്ങനെ വന്നതാണ്. പിന്നെ ഒരു കോൺക്ലേവിലും ആരും ഒരിക്കലും ചിന്തിക്കാത്ത ആളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറേ കർദിനാളന്മാരുടെ എങ്കിലും മനസ്സിൽ ഇന്ന ആളുകൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ പേരും ഉണ്ടായിരുന്നിരിക്കണം. അത് ബെർഗോളിയോ പിതാവിനെ സംബന്ധിച്ചും അത് തന്നെ ശരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം മുതലേ പൊന്തി വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള രീതിയിലുണ്ട്. അതെല്ലാം എല്ലാവരും പറഞ്ഞ് മീഡിയയിലേക്ക് വിട്ടിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു പിതാവെ, പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഏതായിരുന്നാലും മെയ് 8-ാം തീയതി അന്ന് ഞാനും ജോയിസിന് വത്തിക്കാൻ സ്ക്വയർ എന്നിട്ട് നമ്മൾ വാർത്ത കൊടുക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് പൊമ്പൈ മാതാവിൻ്റെ തിരുനാളാണ്. അപ്പം ഇന്ന് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഇന്ന് വൈകുന്നേരം എന്തായാലും ഒരു പുതിയ മാർപ്പാപ്പയെ ലഭിക്കുമെന്ന് ഇങ്ങനെ ന്യൂസിൽ നടക്കുന്ന സമയത്ത് പറയുകയുണ്ടായി. ഞാൻ അങ്ങയുടെ ഇൻ്റർവ്യൂ കേട്ടപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അതായത് അങ്ങും പറഞ്ഞു എന്ന് തോന്നുന്നു, അതായത് 2-ാം ദിവസം പുതിയ മാർപ്പാപ്പയെ കിട്ടും എന്നുള്ളൊരു അങ്ങനെ ഒരു സർപ്രൈസിങ് എലക്ഷനാണ് അന്ന് നടന്നത്. അപ്പം മാതാവിൻ്റെ ആ തിരുനാളിൻ്റെ അന്നാണ് പുതിയ മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ലയോ 14-ാമൻ മാർപ്പാപ്പ, നമ്മുടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് കർദിനാൾ, വെസ്കോവികളുടെ ഹെഡായിരുന്ന അദ്ദേഹത്തെ ആ കോൺക്ലേവിൻ്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിക്ക് മുമ്പ് ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ വ്യക്തിപരമായി ഇടപെടാനും സംസാരിക്കാനൊക്കെ അങ്ങേക്ക് അവസരം കിട്ടി കാണും. അപ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മകൾ അങ്ങേക്ക്? എനിക്ക് അദ്ദേഹത്തെ 2 കൊല്ലത്തെ പരിചയമുണ്ട്. എന്ന് വെച്ചാൽ പെറുവിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ മെത്രാന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റായിട്ട് നിയമിച്ചപ്പോൾ മുതലുള്ള ഒരു പരിചയമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പൗരസ്ത്യ സഭകളുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വമില്ലാതിരുന്നത് കൊണ്ടും അതിലൊന്നും അങ്ങനെ ആവശ്യമില്ലാതെ ഇടപെടുന്ന സ്വഭാവം അത് പുലർത്തിയിരുന്നില്ലാത്തതിനാലും നമ്മുടെ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പം കാണിക്കുകയും അദ്ദേഹം എന്നോട് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഒക്ടോബർ സിനഡിലാണ് കൂടുതലായിട്ട് നടന്നത്. ഒക്ടോബറിൽ 1 മാസം മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കർദിനാൾമാർ തമ്മിൽ കൂടുതൽ പരിചയമെല്ലാമായി. അതിനുശേഷം നിയമിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് മാത്രമേ ഈ കർദിനാൾമാർക്ക് പരിചയമില്ലാത്തവരായിട്ടുള്ളൂ. അത് ഡിസംബർ 8-ലെ ഒരു നിയമനമുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്നവരായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രൊവോസ്റ്റ് പിതാവിനെയും ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാന്തത, സൗമ്യ സ്വഭാവം. ഞാൻ ചോദിക്കാൻ ചോദ്യം, അങ്ങ് കണ്ട ഒരു പ്രത്യേകത? അതെ, വളരെ ശാന്തനാണ്, വളരെ സൗമ്യതയുള്ള ആളാണ്. എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നാലും അദ്ദേഹത്തിൽ ഒരു ആകുലത വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത് വലിയ ദൈവാശ്രയത്വ ബോധമുണ്ട് അദ്ദേഹത്തിന്. ദാറ്റ് ഈസ് റിയലി എ ഗ്രേറ്റ് ക്വാളിറ്റി ഫോർ എ പോപ്പ്. അത് അദ്ദേഹം പുലർത്തുന്നുണ്ട്. അത് സഹജമാണ്. അല്ലാതെ ഒരുപക്ഷെ ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഈ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ പരിശീലന കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച സ്വഭാവമായിരിക്കും ആധ്യാത്മികതയുടെ ഒരു ഭാവം. അത് അദ്ദേഹത്തിനും സഭയ്ക്കും വളരെയേറെ ഗുണം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയം. പിതാവ്, ആ ഇലക്ഷൻ്റെ ഡേറ്റ് ഞാൻ പിതാവ് എന്തെങ്കിലും ഒരു മരിയൻ ഇൻ്റർവെൻഷൻ ഈ കോൺക്ലേവിൽ തോന്നുന്നുണ്ടോ ആ ദിവസം നടന്നൊരു ഇലക്ഷനിൽ? കാരണം അന്ന് പിതാവ് എലക്ട് ചെയ്യപ്പെട്ടിട്ട് വന്ന ദിവസം മുംബൈ മാതാവിൻ്റെ കാര്യം പറയുകയും നന്മ നിറഞ്ഞവരെയും ചൊല്ലുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും? കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു സവിശേഷതയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ കഴിഞ്ഞാലുള്ള ഒരു സ്ഥാനം.
അത് ആദിമസഭയിൽ ഉണ്ടായിരുന്നല്ലോ. 12 അപ്പസ്തലന്മാർക്ക് ലഭിച്ചതല്ലേ. അതുപോലെ എല്ലാ കോൺക്ലേവിലും എല്ലാ സഭയുടെ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മ. പിന്നെ പരിശുദ്ധ അമ്മ സഭയുടെ മാതാവാണെന്നുള്ള ആ അവബോധം കൂടുതലായിട്ട് തെളിഞ്ഞു വന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അതിനുശേഷമാണ് പോൾ 6 പാപ്പ പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ പിതാവിൽ ലയോ 14 ആ രൂഢമൂലമായിട്ടുള്ള ഒരു ആത്മീയതയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യ സ്വഭാവം അത് അദ്ദേഹം തറച്ചു വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ജോൺ പോൾ 2 പാപ്പായുടെ മോട്ടോ തന്നെ തൊത്തുസ്തു, മുഴുവൻ നീ തന്നെ, നിന്നിൽ മുഴുവനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പാപ്പ. മാതാവിനോടായിരുന്നു സർവസ്വവും. പറഞ്ഞാൽ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്തിൽ പാപ്പ ശുശ്രൂഷ നടത്തിയ ആളാണ്. സമാനമായ ഒരു ദർശനമാണ് നമ്മുടെ ഈ ലയോ 14 ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത് അദ്ദേഹത്തിന് ദൈവശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ നിന്നും അതുപോലെ തന്നെ പാപ്പാമാരുടെ ദർശനങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം പമ്പൈ മാതാവിൻ്റെ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഈ ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ്, ഈ ശനിയാഴ്ച അദ്ദേഹം മദർ ഓഫ് ഗുഡ് കൗൺസിൽ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു തീർത്ഥാടന ദേവാലയത്തിൽ പോയിരുന്നു. അത് റോമിൽ നിന്ന് പുറത്തുള്ള ഒരു സ്ഥലത്താണ്, സാരില് ഞാൻ ഓർമ്മിക്കുന്നില്ല, ആ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു, ചാപ്പലിൽ പ്രാർത്ഥിച്ചു, അവിടെയുള്ള സന്യാസിമാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊരു അഗസ്റ്റീനിയൻ. എനിക്കൊന്ന് പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കും. നമ്മുടെ ഈ റോബർട്ട് കർദിനാള് ഈ സുപ്പീരിയർ ജനറൽ ആയിരുന്നപ്പോൾ എലക്ട് ചെയ്യപ്പെട്ടിരുന്നു, സുപ്പീരിയർ ജനറലായിട്ട് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ്റെ. അപ്പം അതിന് ആ സമയത്തും ആള് ഇതുപോലെ നന്ദി പറയാൻ പോയിരുന്നു. കർദിനാളായിട്ട് എലക്ട് ചെയ്യപ്പെട്ടപ്പോഴും അവിടെ പോയിരുന്നു. അപ്പോൾ ഇതൊരു മൂന്നാമത്തെ ഒരു. പിന്നെ അവിടെ വെച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 വിശുദ്ധനായ പാപ്പ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹം അവിടെ ചൊല്ലിയിരുന്നു. ആ പ്രാർത്ഥന സതുപദേശത്തിൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥന, മദർ ഓഫ് ഗുഡ് കൗൺസിൽ. അപ്പോൾ അത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പാപ്പ ശുശ്രൂഷ ചെയ്തതുപോലെ തന്നെ ആ പ്രാർത്ഥന ചൊല്ലി ഈ നമ്മുടെ ഇളയ 14 പാപ്പായും തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ പിതാവ് തൻ്റെ കാലത്തുള്ള സഭാ ശുശ്രൂഷയെ മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. അത് സഭയിൽ തുടർന്നുള്ള പിതാക്കന്മാരുടെ ഒരു പാരമ്പര്യമാണ്, പാപ്പാമാരുടെ ഒരു പാരമ്പര്യം. ഞാൻ പിതാവ് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന എനിക്കൊരു ഗൂസ് ബമ്പ് പെട്ടെന്നൊരിത് വന്നു. അതായത് ലയോ 13 മാർപ്പാപ്പ അറിയപ്പെടുന്ന ഒരു മരിയൻ പോപ്പ് എന്നാണ്. അദ്ദേഹം എഴുതിയ 11 എൻസൈക്ലിക്കൽസ് എഴുതി, മാതാവിനെക്കുറിച്ച്, റോസറിയെക്കുറിച്ച്, മെയ് മാസത്തെക്കുറിച്ച്, ഒക്ടോബർ ഇതിനെക്കുറിച്ച്. അപ്പം ആ ലയോൻ്റെ പേരെടുക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് മാത്രമല്ല, ഒരു പോപ്പുലർ ഭക്തി കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിതാവ് പറഞ്ഞതുപോലെ രൂഢമൂലമായിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും. മാത്രമല്ല പിതാവ് അലി ജൻസാനോ എന്ന് പറയുന്ന ഈ തീർത്ഥാടന ദേവാലയത്തിലെ പരിശുദ്ധ സതുപദേശത്തിൻ്റെ മാതാവിൻ്റെ ആ ചിത്രവും ലയോ 14 പ്രത്യേകം എടുത്തു പറഞ്ഞ് ജനങ്ങളെ മാതൃഭക്തിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതല്ലേ? അതൊരു പുതിയൊരു അറിവാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതല്ലേ? അതെ. താങ്ക് യു പിതാവ്, ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതിനുശേഷം ലയോ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ തിരിച്ചു വരുന്ന വഴിക്ക് പ്രെഡിസസറിൻ്റെ അടുത്ത് പോയി എന്നങ്ങനൊരു. അത് ശരിയാണ്. തിരിച്ചു വരുന്ന വഴിക്കാണ് ഫ്രാൻസിസ് പാപ്പായുടെ കബറിടത്തിൽ, അത് നമുക്കറിയാവുന്നതുപോലെ മരിയ മജോറെ ദേവാലയത്തിലാണല്ലോ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈ വെള്ള റോസപ്പൂവാണ്. അപ്പം നമ്മുടെ ലയോ 14 മാർപ്പാപ്പ കൊണ്ടുപോയതും ഒരു വെള്ള റോസപ്പൂവായിരുന്നു. എന്നിട്ട് പിന്നെ മറ്റേ സാലൂസ് പോപ്പുലർ റൊമാനി മാതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിച്ചതായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിരുന്നു. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ലയോ 14 മാർപ്പാപ്പ പുതിയൊരു പേരാണ് സ്വീകരിച്ചത്. ഫ്രാൻസിസ് 2 എന്നല്ല, ജോൺ വത്തിക്കാൻ സെക്കൻഡ് കൗൺസിൽ അതിനുശേഷമുള്ള പേരുകളല്ല സ്വീകരിച്ചിരിക്കുന്നത്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള പേരാണ് ലയോ 13 മാർപ്പാപ്പയുടെ പിന്തുടർച്ചയായിട്ട്. അപ്പം പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്താഗതികളോട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കുമോ, അത് ലയോ 13 മാർപ്പാപ്പയുടെ സോഷ്യലിസ്റ്റ് തോട്ട് അല്ലെങ്കിൽ
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് പിതാവിൻ്റെയൊക്കെ ഒരു ചിന്താഗതി ആയിരിക്കും, അത് പുതിയ ശൈലിയിലായിരിക്കും സഭയെ നയിക്കുന്നത്. അങ്ങനെ ഒരു പൊതു ചിന്തകൾ ഇങ്ങനെ ഉണ്ട്, എങ്ങനെയായിരിക്കും സഭ മുന്നോട്ട് പോകുന്നത്? എല്ലാ മാർപ്പാപ്പന്മാരും പത്രോസിൻ്റെ പിൻഗാമി. അതെ, തീർച്ചയായിട്ടും. പത്രോസിനോട് നമ്മുടെ കർത്താവ് പറഞ്ഞ ദൗത്യമാണ് അവരെല്ലാവരും നിർവഹിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ദൗത്യത്തിൻ്റെ പ്രത്യേകതകൾ വരുന്നത് ഓരോ പാപ്പമാരുടെയും മാനുഷികമായ കഴിവുകൾ, ആധ്യാത്മികമായ ദാനങ്ങൾ, ഇതെല്ലാമാണ് വ്യത്യസ്തത വരുത്തുന്നത്. പക്ഷേ ആ വ്യത്യസ്തത അടിസ്ഥാനപരമായ ദൗത്യത്തിന് ഒരു മാറ്റവും വരുത്തുന്നില്ല. ആ ദൗത്യം ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട് കർത്താവായ ശമിശയുടെ ദൗത്യമായി ഈ ലോകത്തിൽ തുടരുകയാണ്. പക്ഷേ ഓരോ മാർപ്പാപ്പായുടെയും വ്യത്യസ്ത ശൈലികൾക്ക് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത്തത് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ. ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ പാപ്പായും തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സവിശേഷതകൾ പൊന്തി വരും. ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കാലത്തും അതുപോലെ തന്നെ ഈ ഫ്രാൻസിസ് പാപ്പായുടെ കാലത്തും നാം കാണുന്ന ഒരു സവിശേഷതയുണ്ട്. അവരാരംഭിക്കുന്നിടത്ത് മാത്രം അങ്ങ് നിൽക്കുകയല്ല, അവർ ആരംഭിക്കുന്ന ശൈലിക്ക് തന്നെ വ്യത്യാസവും വളർച്ചയും പിന്നെയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൊന്തി വരുന്ന പുതിയ പുതിയ സഭയുടെയും ലോകത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രതിപ്രവർത്തനമാണ്. അപ്പോൾ ആ പ്രതിപ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു പാപ്പായിൽ നിന്ന് വേറൊരു പാപ്പ വരുമ്പോൾ നൈരന്തര്യമുണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷെ ആ കണ്ടിന്യൂറ്റി പത്രോസിൻ്റെ പിൻഗാമിയുടേതാണെന്ന് വരികിൽ അവരുടേതായ ശൈലിയുടെ പ്രത്യേകതകൾ ഈ നമ്മുടെ പുതിയ പാപ്പായ്ക്ക് ഈ കാലഘട്ടത്തിൻ്റെതായ ആവശ്യകതകൾക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും പറയും. പിന്നെ അദ്ദേഹം തന്നെ സഭയുടെയും ഇന്നത്തെ ലോകത്തിൻ്റേതുമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില പ്രത്യേക സന്ദേശങ്ങൾ നൽകി കഴിഞ്ഞല്ലോ. അപ്പോൾ ആ സന്ദേശങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുക. താങ്ക് യു പിതാവേ. ഞാനത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇന്ന് റെജീന ചേലിയുടെ സമയത്ത് ലയോ 14 മാർപ്പാപ്പ വന്ന് എല്ലാവരും ആശീർവദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയതിന് ശേഷം പറഞ്ഞ 2 വാക്കുകളൊന്ന് ഫ്രാൻസിസ് പിതാവിനെ മാർപ്പാപ്പയെ കോട്ട് ചെയ്തു. 2 യുവജനങ്ങളെ പ്രത്യേകം ഓർത്തുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്ക് പ്രത്യേകം കോട്ട് ചെയ്തു, നോൺ അബിയാത്തെ പൗറ, നിങ്ങൾ ഭയപ്പെടരുത്, ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം. അപ്പം പിതാവ് പറഞ്ഞത് ശരിയാണ്. എല്ലാ മാർപ്പാപ്പമാരുടെ ഒരു മിക്സറായിട്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പിലൂടെ സഭയെ നയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. പിതാവെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സഭയിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് ഈ സിറ്റി ഓഫ് ഗോഡ്, വെസ്റ്റേൺ ക്ലാസിക്കൽ സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സ്വാധീനം ചെലുത്തിയൊരു ബുക്ക് തന്നെയാണ് സിറ്റി ഓഫ് ഗോഡ്, സെൻറ്റ് അഗസ്റ്റിൻ്റെ. ഇപ്പം നമ്മുടെ ലയോ മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സഭയിൽ നിന്നും വരുന്ന ഒരു പിതാവാണല്ലോ. അപ്പം ഈ പുസ്തകത്തിൽ, വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയ പുസ്തകത്തിൽ 2 നഗരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന് സിറ്റി ഓഫ് ഗോഡ്, 2 സിറ്റി ഓഫ് വേൾഡ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ കാണുന്നത്, ദൈവം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നഗരത്തിൽ ജീവിക്കുന്നവരും ലോകത്തിൻ്റെ സെക്കുലറിസ്റ്റ് വാല്യൂ ജീവിക്കുന്നവരും ഒരു ടഗ് ഓഫ് വാർ. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ആക്ച്വലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിലനിൽക്കും. ആധുനിക യുഗത്തിൽ സഭയെ എങ്ങനെയായിരിക്കും നമ്മുടെ പുതിയ മാർപ്പാപ്പയ്ക്ക് നയിക്കാനാവുക? അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ സംഘർഷം, അതായത് ലോകത്തിൻ്റെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും തമ്മിലും സഭയുടെ സന്ദേശവും സാക്ഷ്യവും തമ്മിലുമുള്ള ഒരു സംഘർഷം അതെന്നും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ലോകത്തെ പ്രത്യേകം മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ലോകമെന്ന് പറയുന്നത് ഭൗതികതയുടെ ഒരു ലോകമാണ്. ലോകം മുഴുവൻ തിന്മയാണെന്നല്ല അതിൻ്റെ അർത്ഥം. ലോകം തിന്മയിലേക്ക് ചാച്ചിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് മനുഷ്യരിലുമുണ്ട്. അപ്പോൾ അതിനെ വേർതിരിച്ചിട്ട് ആത്മീയതയുടേതായ ചൈതന്യത്തിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനത്തെ രൂപപ്പെടുത്തുകയാണ് സഭയിലായാലും ലോകത്തിലായാലും മാർപ്പാപ്പമാരുടെ ദൗത്യവും സഭയുടെ ദൗത്യവും. അതാണ് ഈ സിറ്റി ഓഫ് ഗോഡിൽ നിന്ന്, അല്ലെങ്കിൽ സെൻറ്റ് അഗസ്റ്റിൻ്റെ ദർശനത്തിൽ നിന്നും നമ്മുടെ ലയോ 14 പാപ്പായ്ക്കുള്ള പുതിയ ദർശനം. അദ്ദേഹം അഗസ്റ്റീനിയനായതുകൊണ്ട് അത് നന്നായിട്ട് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവും. തന്നെയുമല്ല,
അതുതന്നെ സഭയുടെയും ഒരു അന്തർധാരയാണല്ലോ. അതെ അതെ അതെ. ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ പുലർത്തുന്നത്. അത് പരിശുദ്ധാവിലുണ്ട്. പിതാവ് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സിറ്റി ഓഫ് ഗോഡിലൂടെ ഒരു സമാധാനം സ്ഥാപിക്കപ്പെട്ടൊരു നഗരമാണ് വിഭാവനം ചെയ്യുന്നത്. അത് തന്നെ, തീർച്ചയായിട്ടും. അപ്പം ഇന്ന് നടന്ന ഞായറാഴ്ച നടന്ന ആ റെജീന ചേലി പ്രാർത്ഥനയിൽ പിതാവ് ശക്തമായിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നോ മോർ വാർ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അപ്പം ആ സമാധാനം സ്ഥാപിക്കാനുള്ള, ആ ഒരു ദൈവനഗരം സ്ഥാപിക്കാനുള്ള ആ ഒരു യുദ്ധത്തിനെതിരെയുള്ള ആഹ്വാനം എല്ലാ മാർപ്പാപ്പാമാരും അവരവരുടെ കാലത്ത് ചെയ്തിട്ടുണ്ട്. യുദ്ധം ഒരു നന്മയും വരുത്തുകയില്ല, സമാധാനത്തിന് ഒരു മാർഗമല്ല എന്ന് തറപ്പിച്ച് ഫ്രാൻസിസ് പാപ്പായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പുതിയ പാപ്പായും പറയുന്നത്. പക്ഷേ അതുകൊണ്ട് യുദ്ധം എവിടെയുണ്ടെങ്കിലും അത് നിർത്തണം എന്നുള്ളത് സഭയുടെ വീക്ഷണമാണ്. അത് മാർപ്പാപ്പാമാർ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമുക്ക് ലയോ 14 മാർപ്പാപ്പ മാത്രമല്ല, അങ്ങ് പറഞ്ഞത് എല്ലാ പിതാക്കന്മാരും പ്രവാചക ശബ്ദമായിട്ട് തന്നെ ഈ കാര്യത്തിന് വേണ്ടി സഭയിൽ നിലനിന്നിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. തുടരുന്ന നാളുകളിൽ നമുക്ക് അങ്ങനെ സമാധാനം സ്ഥാപിതമാകട്ടെ എന്ന്. പിതാവ്, ഞാൻ ഇനിയും വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിച്ചു, പുതിയ മാർപ്പാപ്പ ലയോ മാർപ്പാപ്പയ്ക്ക് കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന, ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്ന ഒരു മാർപ്പാപ്പയായിട്ടും പല സാഹചര്യങ്ങളിലായി അവിടെ സന്ദർശിച്ച ഒരു മാർപ്പാപ്പയായിട്ടും നമ്മൾ കണ്ടു. ഇത് ഇപ്പോൾ ജൂബിലി വർഷമാണ്. അത് ആരംഭിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ തവണത്തെ ജൂബിലി. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയാണ്. അപ്പോൾ നമ്മുടെ കേരള സഭയുടെ, ഇന്ത്യൻ സഭയുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ജൂബിലി, നന്ദി പറയാനുള്ളൊരവസരം, ക്ഷമ കൊടുക്കാനുള്ളൊരവസരം, ഇങ്ങനൊരു സാഹചര്യത്തിൽ പുതിയ മാർപ്പാപ്പയ്ക്ക് നമ്മളുടെ സീറോ മലബാർ സഭയുടെ ഈ കടന്നു പോകുന്ന ആ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അങ്ങക്ക് പ്രത്യാശയുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകൾ അങ്ങേക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും? എനിക്ക് എപ്പോഴും കഴിഞ്ഞ പരിശുദ്ധൻ്റെ കാലത്തും ഈ പരിശുദ്ധൻ്റെ കാലത്തും നമ്മുടെ സഭയുടേതായ ആ ഒരു പ്രത്യേക പ്രശ്നത്തിന്, അത് എറണാകുളം കമാലി അതിരൂപതയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണല്ലോ. അതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതേ ഉള്ളൂ, നമ്മളൊരു പൗരസ്യ സഭയാണ്. ഒരു പൗരസ്യ സഭയിൽ ആ സഭയുടെ സിനഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. സിനഡിനെ മറികടന്ന് പരിശുദ്ധ മാർപ്പാപ്പമാരും പ്രവർത്തിക്കുകയില്ല. അപ്പോൾ സിനഡിൻ്റെ തലവനായിട്ടുള്ള നമുക്ക് മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ഒരു പാത്രിയാർക്കീസ് ഒരു തീരുമാനമെടുത്താൽ അതിനെ പിൻബലം നൽകുക എന്നുള്ളത് മാർപ്പാപ്പമാരുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് നാം എടുക്കുന്ന തീരുമാനങ്ങളെ ആയിരിക്കും പരിശുദ്ധ പിതാവ് അനുകൂലിക്കുന്നത്. പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പൗരസ്യ തിരുസംഘം വഴി ഉള്ള മാർഗദർശനങ്ങൾ ഈ പരിശുദ്ധ പിതാവും തരുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് പത്രോസിൻ്റെ ധർമ്മം പരിശുദ്ധ പിതാക്കന്മാർ പൗരസ്യ സഭകൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതിലേക്ക് നേരിട്ട് ഇടപെട്ടുകൊണ്ടല്ല, പിന്നെയോ നമ്മുടെ സിനഡ് വഴിയും പൗരസ്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള തിരുസംഘം വഴിയും മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ട് ഈ പരിശുദ്ധ പിതാവും നമ്മെ നയിക്കും എന്നുള്ളതാണ്. അദ്ദേഹം നേരിട്ട് ഇടപെട്ട് പ്രവർത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല സഭകളുടെ ശൈലി. കഴിഞ്ഞ മാർപ്പാപ്പ ആണെങ്കിൽ തന്നെയും ഉപദേശ രൂപേണയുള്ള ഇടപെടലുകളാണ് എപ്പോഴും നടത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ സഭയിൽ എല്ലാവരും ഐക്യത്തോടും സമാധാനത്തോടും കൂടി പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു പിതാവ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. മാത്രമല്ല ലിയോ പിതാവിൻ്റെ ഈ മോട്ടോ അത് ആപ്തവാക്കിയിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ഐക്യത്തെക്കുറിച്ചുള്ളൊരു ഇതാണ്. അതിനെക്കുറിച്ചൊന്ന് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടോ ഇൻ ദ വൺ ലെറ്റ് us ബി വൺ എന്നുള്ളതാണ്. അത് ഒന്നായിരിക്കുന്നവനിൽ നമുക്കൊന്നായിരിക്കാം. ഒന്നായിരിക്കുന്നവൻ ദൈവമാണ്. അത് കർത്താവ് ഈശോ മിശിഹ ദൈവത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും പരസ്പരം ഒന്നായിരിക്കണമെന്നുള്ള വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ആപ്തവാക്യമാണ് പരിശുദ്ധ പിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു മോട്ടയാണ്. അങ്ങനെയുള്ള ഒരു ഐക്യവും സമാധാനവും നമ്മുടെ സഭയിൽ വരുത്തുക,
വ്യക്തിസഭകളിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭകളിൽ വരുത്തുക, അതുപോലെ തന്നെ ലോകത്തിലും വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ പോപ്പിൻ്റെയും ലക്ഷ്യം. അതായത് ഒന്നായിരിക്കുന്നവൻ നമുക്ക് ഒന്നായിരിക്കും. ദൈവം ഒന്നാണ്, ഒരുവനാണ് എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നു. ആ ഒന്നായിരിക്കുന്ന അവസ്ഥയെ നമുക്ക് വെളിവാക്കി തന്നവനാണ് കർത്താവായ ഈശോ മിശിഹ. ആ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ മിശിഹ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നായിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ഐക്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് വാസ്തവത്തിൽ പാപകരമാണ്, പാപത്തിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു ചിന്ത ഈ പരിശുദ്ധ പിതാവിലുണ്ട്. തീർച്ചയായും സഭ ഒരമ്മയാണ്. അമ്മയെപ്പോലെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിതാവ് പറഞ്ഞതുപോലെ ആ കൂട്ടായ്മ സഭയിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടലായി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പിതാവേ, ഞാൻ മറ്റൊരു കാര്യം ഇനിയും വ്യക്തിപരമായൊരു കാര്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ തീരുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ചോദിക്കാൻ വന്നൊരു കാര്യം ഇതായിരുന്നു. അതായത് 2017 അങ്ങേക്ക് അഞ്ചിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നത്. പക്ഷെ അതിനുശേഷം ഞാനൊരിക്കലും അങ്ങേ ഒരു അനാരോഗ്യത്തോടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. എപ്പോഴും ഊർജ്ജസ്വലനായിട്ട് ശക്തമായിട്ട് ബലിയർപ്പിച്ചും വചനം പ്രസംഗിച്ചും നല്ല തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഏത് സാഹചര്യങ്ങളിലും മനസ്സ് മടുക്കാതെ ശക്തമായിട്ട് തന്നെ. അപ്പം അങ്ങയുടെ ആരോഗ്യത്തെക്കുറിച്ച് അതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം, അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. എൻ്റെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും അറിയുന്നത് ദൈവം മാത്രമാണ്. തീർച്ചയായിട്ടും. പിന്നെ ചില ഡോക്ടർമാർക്ക് വളരെയേറെ അറിയാം. എനിക്ക് വ്യക്തപരമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാന്നുള്ളതാണ് വസ്തുത. നമുക്കാകാവുന്നിടത്തോളം കാലം നമുക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്യുക. ഇപ്പോൾ ഔദ്യോഗിക ശുശ്രൂഷകളില്ലെങ്കിൽ തന്നെയും ഒരു മെത്രാന് സഭയിൽ ചെയ്യാവുന്ന ശുശ്രൂഷകൾ എന്നെ ക്ഷണിക്കുന്നിടത്ത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാനയുടെ അർപ്പണം, മറ്റു കൂദാശകളുടേതായ പരികർമ്മം, അതുപോലെ തന്നെ പട്ടം കൊടുക്കൽ ശുശ്രൂഷ, ഇങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ എല്ലാം ചെയ്യാനുള്ള എൻ്റെ ആരോഗ്യം എത്ര കാലം നിലനിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ മുന്നറിവുമില്ല. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രവർത്തിച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മൾ നിഷ്ക്രിയരായിട്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ചെയ്യുന്ന ഒരു അപരാധമായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നുവെന്നേ ഉള്ളൂ. അതാണ് എനിക്കതേക്കുറിച്ച് പറയുന്നത്. ഈശോ പറഞ്ഞതിനാണ്, എൻ്റെ പിതാവ് പ്രവർത്തന നിരതരായിരിക്കുന്നത് പോലെ ഞാനും എപ്പോഴും പ്രവർത്തന നിരതനാണ്. അതുതന്നെയാണ് പിതാവിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിതാവ് 2021 നമ്മുടെ ഇന്ത്യയിലെ 3 സഭകളുടെ പ്രതിനിധികളായിട്ട്, സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ട് അങ്ങും, ലാറ്റിൻ സഭയുടെ പ്രതിനിധി ഓസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവും, പിന്നെ ബെസിലിയസ് ക്ലീമസ് പിതാവ് സീറോ മലങ്കര സഭയുടെ പിതാവുമായിട്ട് നിങ്ങൾ ഒന്നു ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടതായിട്ട് അറിഞ്ഞിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഒന്ന്, നമ്മളുടെ മന്ത്രിസഭയിൽ ആ മേഖലയിൽ നമ്മുടെ ക്രൈസ്തവരുടെ ഒരു സാന്നിധ്യം കിട്ടണം എന്നുള്ളൊരു കാര്യം. അതൊരു പ്രവാചക ശബ്ദം തന്നെയായിരുന്നു തീർച്ചയായിട്ടും. നമ്മുടെ സഭയുടെ ഉന്നമനത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ചെയ്തൊരു കാര്യം. അപ്പം രണ്ടാമതായിട്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുവാൻ പാപ്പയെ ആഗ്രഹിച്ചിരുന്നു. അതിലേറെ ഭാരത ജനത ആഗ്രഹിച്ചിരുന്നു. നമുക്ക് ക്രൈസ്തവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അപ്പം അത് നടന്നില്ലായിരുന്നു. അപ്പം ഇതും അങ്ങ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതേക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് തന്നെ അത് നടക്കുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷേ 2 ഭാഗത്തും ഉണ്ടായ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം അത് നടന്നില്ല. പിന്നെ അവസാന കാലം വന്നപ്പോഴേക്കും പരിശുദ്ധ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടു. അപ്പോൾ അതങ്ങനെ നടന്നില്ല എന്നേ ഉള്ളൂ. ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. പുതിയ മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. പുതിയ മാർപ്പാപ്പയുടെ മറ്റ് രാജ്യങ്ങളുടെ സന്ദർശനത്തിൻ്റേതായിട്ടുള്ള ആ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കിനി ഇതുവരെയും വ്യക്തമായിട്ടില്ല. തീർച്ചയായിട്ടും അത് വേണ്ട എന്ന് വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എങ്ങനെയുള്ള സന്ദർശനങ്ങളായിരിക്കും അദ്ദേഹം നടത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇന്ത്യയെ അദ്ദേഹം സന്ദർശിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ ചോദിച്ചോട് മറ്റേ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സാന്നിധ്യം, അതിൽ നമ്മുടെ സാന്നിധ്യം തുടർച്ചയായിട്ട് ഈ മന്ത്രിസഭയിൽ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴും കത്തോലിക്കനായ ഒരാൾ മന്ത്രിയായി നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ
തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും അത് നടക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഇടപെടലിന് ഒരു വലിയൊരു ഇമ്പാക്റ്റ് അതിൽ തീർച്ചയായിട്ടും സഭകളുടെ ഉന്നമനം കേന്ദ്ര സർക്കാരുകൾ, അതിപ്പോൾ ഏത് സർക്കാരായാലും പരിഗണിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ശൈലിയാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും ആവശ്യകമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ന്യൂനപക്ഷമാണ് എന്ന് വരികിലും നമ്മുടെ ഭാരതത്തിലെ സാന്നിധ്യം എല്ലാ രംഗങ്ങളിലും സജീവമാണ്. അതുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ ഒരു അംഗീകാരം ഭരണത്തിലും ഉണ്ടാകുവാനായിട്ട് എല്ലാ സർക്കാരുകളും ശ്രദ്ധിക്കും. ഈ സർക്കാരും ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് തെളിയും. ഇപ്പോൾ ജോർജ് കുര്യൻ സാറ് മന്ത്രിയായിട്ട് കേന്ദ്രമന്ത്രിസഭയിലുണ്ടല്ലോ. പിന്നെ അൽഫോൺസ് അത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. താങ്ക് യു പിതാവേ. ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അവസാനമായൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളുടെ ഈ സിറ്റി ഓഫ് ഗോഡിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളുടെ വിശുദ്ധ അഗസ്റ്റിൻ്റെ സിറ്റി ഓഫ് ഗോഡ്, ഈ പുസ്തകത്തിൽ ദൈവനഗരം സ്ഥാപിതമാകുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ ആ ദൈവനഗരം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനുള്ളതായി അഗസ്റ്റിൻ പ്രത്യേകമായിട്ട് ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ സ്പർശിച്ച വലിയൊരു കാര്യമാണ് ഇതിനകത്ത് പറയുന്ന 1-2 കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം പറയുന്നതാണ്, പരിശുദ്ധ അമ്മ വിശ്വാസികളെയും അതുപോലെ തന്നെ സഭയെ നയിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴിയായും ഹെറോൺ പ്ലാൻ ഒരു ഡിസൈൻ ചെയ്തിട്ട് അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി അവർ സഹായിക്കുന്നതായിട്ടും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ തിരുസഭ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മാതാവിൻ്റെ അടുത്ത് പോയിന്ന് പിതാവ് തന്നെ സൂചിപ്പിച്ചു, അവരുടെ ഗുഡ് കൗൺസിൽ. അപ്പം സഭയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. സഭ അമ്മ ആവുന്നതിന് മുമ്പേ തന്നെ മറിയം അമ്മയായി മാതൃകയായി ഉണ്ട്. അപ്പോൾ ഒരു മരിയൻ ടച്ച് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണോ? അല്ലെങ്കിൽ ലയോ 14 മാർപ്പാപ്പ തിരുസഭയെ നയിക്കുന്നത് ഈ സിറ്റി ഓഫ് ഗോഡ് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് മേരി ഇൻ ലീഡിങ് ദ ചർച്ച്? മരിയൻ ടച്ച് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും സഭയ്ക്ക് ആവശ്യമാണ്. അത് സഭയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് തന്നെ പരിശുദ്ധ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നുണ്ടല്ലോ. കാനായിൽ വെച്ച് ഇടപെട്ടു. പിന്നീട് വേറെ ചില സഹോദരന്മാരുമായിട്ട് ചെന്ന് കാണാൻ ആഗ്രഹിച്ചു. പീഡാസഹനത്തിൽ പങ്കുചേർന്നു. കുരിശിൻ ചുവട്ടിൽ നിന്നു. പിന്നീട് ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനാ നിരതയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും പരിശുദ്ധ അമ്മയുടെ ആ സ്വഭാവം സഭയോട് ചേർന്നുള്ളതാണ്, അല്ലെങ്കിൽ ശിഷ്യഗണത്തോട് ചേർന്നുള്ളതാണ്. ആ ഒരു സാന്നിധ്യത്തെ നമ്മുടെ സഭയുടെ തന്നെ സ്വഭാവമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയിൽ അഭയം തേടുന്നത്. മാധ്യസ്ഥ്യം എപ്പോഴും പരിശുദ്ധ അമ്മയിലാണ് ആരംഭിക്കുന്നത്. മറ്റ് വിശുദ്ധരുടേതും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നത്. ആ ഒരു ദർശനമുണ്ട് ഇതിൽ. അതുകൊണ്ട് മരിയൻ ടച്ച് എന്ന് ജോബിയച്ചൻ സൂചിപ്പിച്ച ആ ടച്ച് എന്ന് സഭയിലുണ്ടായിരിക്കും. ഈ പരിശുദ്ധ പിതാവിന് അതുള്ളത് തീർച്ചയായിട്ടും പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നും സെൻറ്റ് അഗസ്റ്റിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്നുകൂടിയാണ്. വെളിപാട് പുസ്തകത്തിലും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പരാമർശനമുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിനിധിയായിട്ടാണ് പരിശുദ്ധ അമ്മ അവിടെ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പഴയതിൻ്റെയും പുതിയതിൻ്റെയും പ്രതിനിധിയായിട്ട്. ഇസ്രായേലിൽ നിന്ന് രക്ഷകൻ വന്നു. ആ രക്ഷകൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ രക്ഷകൻ്റെ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. അങ്ങനെ ആ സഭയ്ക്കും പരിശുദ്ധ അമ്മയാകുകയാണ്. കാരണം കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്നെ കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന യോഹന്നാനോട് കർത്താവ് പറഞ്ഞതാണല്ലോ, ഇതാ നിൻ്റെ അമ്മയെന്ന്. അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു സംരക്ഷണം പരമേൽപ്പിക്കുന്നവരുള്ള അർത്ഥമുണ്ട്. അതേസമയം തന്നെ ശിഷ്യനോടാണ് പറഞ്ഞത് അമ്മയായിട്ട് സ്വീകരിക്കാമെന്ന്. അപ്പോൾ ശിഷ്യന്മാരായിട്ടുള്ള നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളിൽ മാധ്യസ്ഥ്യം തേടിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അത് പരിശുദ്ധ പിതാക്കന്മാർക്ക് മാത്രമല്ല, അതായത് മാർപ്പാപ്പന്മാർക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ സമീപനമാണ്. അത് നമുക്ക് ഈ പാപ്പായിൽ നിന്ന് കൂടുതലായിട്ട് ലഭിക്കുന്നു. ജോൺ പോൾ രണ്ടാമനിൽ നിന്ന് ലഭിച്ചിരുന്നു. നമുക്കിന്ന് ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായും വളരെ പ്രചോദനാത്മകമായ കാര്യം തന്നെയാണ് പിതാവ് പറഞ്ഞത്. പ്രത്യേകിച്ച് അമ്മയുടെ സഹായത്താൽ സഭ കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിച്ചു മുന്നേറിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ലാറ്റിനൈസേഷൻ്റെ ഫലമായി പ്രത്യേകിച്ച് 1599 ഉദയംപൂർ സുനഹദോസിന് ശേഷമൊക്കെ ആയിട്ട് സീറോ മലബാർ സഭയുടെ ആ പൈതൃകം വളർന്നു വരുന്നതിൽ ചില വേരുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പൗരസ്ത്യ സഭകളിലെ ഏറ്റവും തിളങ്ങുന്ന മുത്തായി തന്നെ സീറോ മലബാർ സഭ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് ലഭിച്ച വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് തന്നെയാണ്. അങ്ങനെ സഭയെ ഒരു വ്യാഴവട്ടക്കാലം നയിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച, കണ്ണീർ നനവുള്ള പ്രാർത്ഥനകൾ മാത്രമായിട്ടല്ല, തൻ്റെ ജീവിതം ബലിയായി കൊടുത്ത് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇടയനായ അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി നൽകിയ ഈ ഇൻ്റർവ്യൂവിന് പ്രത്യേകം നന്ദി പറയുകയാണ് പിതാവെ. ഒപ്പം അങ്ങ് ഞങ്ങൾക്കും സഭയ്ക്കും എല്ലാവർക്കും വേണ്ടി പങ്കുവച്ച എല്ലാ ചിന്തകൾക്കും അങ്ങേക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒബിയച്ചന് നന്ദി. അതുപോലെ തന്നെ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ റോമിൽ നിന്ന് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.